ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ഷേക്കിൻ്റെ ആണ്. ബട്ടർ സ്കോച്ച് ഷേക്ക്. വരൂ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു പാനിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം. മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നന്നായി മെൽറ്റ് ആകുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. ഉണ്ടാക്കാനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒന്ന് മെൽറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഷുഗർ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും പീനട്ട്സും റോസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു പാത്രത്തിലോട്ട് ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് ഈ ഉണ്ടാക്കി വെച്ച പ്രലൈൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് 1/2 ലിറ്റർ ഫ്രോസൺ മിൽക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം 3 സ്കൂപ്പ് ഇട്ട് കൊടുക്കുക. അത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ക്രഷ് ചെയ്ത പ്രലൈനും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഈ സമയത്ത് മധുരം നോക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗറിനോടൊപ്പം 2-3 ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് എസൻസ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. കുറച്ച് ഐസ്ക്രീമും പ്രലൈനും ബട്ടർ സ്കോച്ചിൻ്റെ സോസും കൂടെ മുകളിലോട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.